സാജു ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം യോഗം ചേരുമെന്ന് മനസ്സിലാക്കുന്നു. യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രാജിക്ക് സമ്മർദ്ദമുണ്ട്, പക്ഷേ രാഹുൽ വഴങ്ങാത്ത സാഹചര്യത്തിൽ എന്തായിരിക്കും കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം? KPCC രാഷ്ട്രീയകാര്യ സമിതി ചേരാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. അതിന്റെ സമയമൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഇന്നുണ്ടാവാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടമാകട്ടെ രാജിക്ക് സന്നദ്ധനല്ല എന്ന സൂചന അദ്ദേഹവുമായി ബന്ധപ്പെട്ട നേതാക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പാർട്ടിക്ക് മുന്നിൽ വിശദീകരണങ്ങൾ സമർപ്പിക്കാനുണ്ട്. ആ വിശദീകരണങ്ങൾ കേൾക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് നേതൃത്വം വഴങ്ങും. രാഹുലിന്റെ വിശദീകരണം കൂടി കേട്ട ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനവും നടപടിയും ഉണ്ടാകൂ എന്ന് തന്നെയാണ് നേതൃത്വം നേരത്തെയും വിശദീകരിച്ചത്. രാഹുലിന്റെ വിശദീകരണം കേൾക്കും എന്നാണ് അറിയിച്ചത്. KPCC രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന ശേഷമാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് നേരത്തെ UDF കൺവീനർ അടൂർ പ്രകാശും വിശദീകരിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയകാര്യ സമിതി എപ്പോൾ ചേരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ധാരണ ആയിട്ടില്ല. അത് ഓൺലൈനിലായിരിക്കും ചേരുക. പക്ഷേ ഇന്നുണ്ടാവാനുള്ള സാധ്യതകൾ ഇപ്പോഴില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രാഹുലിന്റെ രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ഇപ്പോഴും നേതാക്കൾ തുടരുകയാണ്. രാഹുൽ വഴങ്ങിയിട്ടില്ലെങ്കിലും പക്ഷേ അതിനു മുന്നോടിയായി ചില ധാരണകളിലേക്ക് കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് എത്തിച്ചേരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപതെരഞ്ഞെടുപ്പ് സാധ്യതകളാണ്. അത് എങ്ങാനും വന്നുപെടുമോ എന്ന ആശങ്കയ്ക്ക് പരിഹാരം വേണം. അക്കാര്യത്തിലുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് സാധ്യതയില്ല എന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുക എന്നിടത്തേക്ക് തന്നെയായിരിക്കും കോൺഗ്രസ് നേതൃത്വം പോവുക. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം താൻ ആ രാജിക്ക് സന്നദ്ധനല്ല എന്ന സൂചനകൾ രാഹുൽ മാങ്കൂട്ടം തന്നോട് അടുപ്പമുള്ള നേതാക്കൾ വഴി നേതൃത്വത്തിന് കൈമാറി എന്നാണ് ലഭിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമമായ എല്ലാ തീരുമാനവും ഹൈക്കമാൻഡിന്റേതാണ് വരിക. അതിനകത്ത് പാർട്ടി പ്രവർത്തനമായി നിലകൊള്ളണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വഴങ്ങേണ്ടി വരും എന്ന കാര്യത്തിലും യാതൊരുവിധ സംശയങ്ങളില്ല. രാഹുൽ മാങ്കൂട്ടം വഴങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന അടക്കമുള്ള കർശനമായ നടപടികളിലേക്ക് നേതൃത്വത്തിന് കടക്കേണ്ടി വരികയും ചെയ്യും. പക്ഷേ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ കൂടി കേട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും നേതൃത്വം എടുക്കുക എന്നത് ഉറപ്പാണ്. ധന്യ. മാത്രമല്ല ഈ സമ്മർദ്ദം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെയല്ല സാധു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു ഇപ്പം CPM-ൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇത്രയധികം സമ്മർദ്ദം ഉണ്ടാകുന്നു. അത്രയധികം ആരോപണങ്ങൾ രാഹുലിനെതിരെ വരുന്നുണ്ട്. അപ്പോൾ താൻ ഒഴിയാൻ സന്നദ്ധനല്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസിന് കടക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ഇലക്ഷൻ കൂടി വരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഈ വിഷയങ്ങളെല്ലാം റൂട്ടിനെ ഏത് തരത്തിൽ ബാധിച്ചിട്ടുണ്ടാവും, സാധാരണ പ്രവർത്തകരെ, സാധാരണ വോട്ടർമാരെ ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണക്കുകൂട്ടിയായിരിക്കില്ലേ കോൺഗ്രസ് വലിയ സമയമെടുക്കാതെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം രാഹുലിന്റെ രാജിക്ക് വേണ്ടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ കൂടി ചില ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നതോടെ രാജി അനിവാര്യമാണ്. രാഹുലിനെ MLA ആക്കി കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് മുതിർന്ന നേതാക്കളെല്ലാം ഒന്നടങ്കം എത്തിച്ചേർന്നാണ്. അതിനു പുറകെയാണ് വനിതാ നേതാക്കൾ അടക്കമുള്ളവരുടെ സമ്മർദ്ദമുണ്ടായത്. ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ഏറെ വലച്ചത് വനിതാ നേതാക്കളുടെ പരസ്യ പ്രതികരണം. ഒപ്പം ജോസഫ് വാഴക്കിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ കൂടി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്തെത്തി എന്നുള്ളതാണ്. ഇതോടുകൂടി കോൺഗ്രസിനെ ഒരു തീരുമാനം വേഗത്തിൽ എടുക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ശക്തമായ നിലപാടിലാണ്. ഞങ്ങൾ മാതൃകാപരമായ സമീപനം സ്വീകരിച്ചുവെന്ന്, മാതൃകാപരമായ തീരുമാനം എടുത്തുമെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളി നടത്തിയിട്ടാണ് ഇന്നലെ VD സതീശൻ പോയിരിക്കുന്നത്. അതിൽ നിന്നും VD സതീശന് മാറാൻ കഴിയില്ല. അതുകൊണ്ടാണ് VD സതീശൻ ഇന്ന് 2 കൊല്ലത്ത് വെച്ചും കൊച്ചിയിൽ വെച്ചും മാധ്യമങ്ങൾ കണ്ടെങ്കിലും അദ്ദേഹം ഇന്ന് പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഒരു തീരുമാനമായ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താം എന്നായിരിക്കും അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടിയിട്ടുണ്ടാവുക. ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് ഏറെ ചോദ്യങ്ങളും വിമർശനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുകൂടി കോൺഗ്രസ് നേരിടേണ്ടി വരും. അവിടെ മുമ്പ് CPM-ഓ കോൺഗ്രസോ തന്നെ കാണിക്കാത്ത പുതിയ മാതൃക കാണിക്കണമെന്നാണ് സതീശന്റെ ആവശ്യം. അതിനോട് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ യോജിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം ഹൈക്കമാൻഡിനെയും KPCC നേതൃത്വത്തെയും രമേശ് ചെന്നിത്തല കൂടി ഇന്നറിയിച്ചു. പിന്നാലെയാണ് കൂടുതൽ നേതാക്കളുടെ
പിന്തുണ ഈ സതീശന് ലഭ്യമാകുന്നത്. സ്വാഭാവികമായും അത് പിന്നീട് പരസ്യ പ്രതികരണങ്ങളിലേക്ക് എത്തുകയായിരുന്നു. അതും നേതൃത്വത്തിന് തലവേദനയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് KPCC അധ്യക്ഷനടക്കമുള്ള KPCC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അയകൊഴഞ്ഞ സമീപനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ കൃത്യമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് അത് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും അതിന് അംഗീകാരം വാങ്ങിയെടുത്തുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് പോകണം. അവിടെ രാഹുൽ മാങ്കൂട്ടം വഴങ്ങാതെ നിന്നാൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തിലുമുള്ള തീരുമാനങ്ങളും ധാരണകളും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തന്നെയാണ് സാജു, കുറച്ച് മുമ്പത്തെ രാഹുലിന്റെ പ്രതികരണം അതുപോലും അനാവശ്യമായിരുന്നില്ല. അവന്തികയുടെ കാര്യം, അതിലെ ക്രെഡിബിലിറ്റി ആ സമയത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. മാത്രവുമല്ല അവർ പലരോടും പ്രതികരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അത് BJPയുടെ സമ്മർദ്ദം ഇല്ലെങ്കിൽ BJPക്കാരായ നേതാക്കളൊക്കെ ആവശ്യപ്പെട്ടു എന്നൊക്കെ തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആ ദിവസങ്ങളിൽ തന്നെ ഇവർ പ്രതികരിച്ച ഇല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച സമയങ്ങളിൽ തന്നെ ആ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ വിഷയത്തിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിലും മറുപടി പറഞ്ഞു പോകാൻ സാധിക്കില്ല. മറ്റൊരു ആരോപണത്തിലോ ഇല്ലെങ്കിൽ ഒരു പരാതിയിലോ ഒരു വിശദീകരണം നൽകാൻ തയ്യാറായില്ല, അത് നിഷേധിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിൽ രാഹുൽ മുമ്പോട്ട് പോകുന്നൊരു കാര്യമാണ്. എന്നിട്ട് പ്രവർത്തകരോടൊരു ഉപദേശവും അത്തരത്തിൽ ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ചതുപോലും നേതാക്കളുടെ സമ്മതത്തോടെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടോ? അതുപോലും ഒരു എടുത്തുചാട്ടമായിട്ടില്ലെങ്കിൽ രാഹുൽ ഒരു അനാവശ്യം ചെയ്തതുപോലെ ഒരു തോന്നലുണ്ടാക്കിയോ ആ പ്രതികരണം പോലും? രാഹുലിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഏറ്റവും അതിശക്തമായ ആരോപണങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മറുപടി നൽകിയിട്ടില്ല. അവന്തികയുടെ വിഷയം മാത്രം എടുത്തുകൊണ്ട് അതിനകത്തൊരു ഗൂഢാലോചന സിദ്ധാന്തം ചമയ്ക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ തനിക്കെതിരെ കൂടുതൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ ചില കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു എന്ന് സ്ഥാപിക്കുകയും തന്റെ ഭാഗമാണ് ശരി എന്ന് പാർട്ടിക്കുള്ളിലും പാർട്ടി അണികളെയുമൊക്കെ ബോധ്യപ്പെടുത്താനും ചർച്ചകൾ മുഴുവൻ ആ ഗൂഢാലോചനാവാദത്തിലേക്ക് കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് നടത്തിയതെന്ന് വ്യക്തമാണ്. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി മറ്റു കാര്യങ്ങളിലൊന്നും വിശദീകരണം നൽകാനുണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ പോലും നേരിടാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായിരുന്നില്ല. തനിക്ക് പറയാനുള്ളത് പറഞ്ഞു വെച്ചുകൊണ്ട് തനിക്കെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനും അവന്തികയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തു നൽകുക എന്നത് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടം നടത്തിയത്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. അവന്തികയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അതിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ, ചില കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുക, അതിലൂടെ തനിക്കെതിരായ എല്ലാ ആക്ഷേപങ്ങളും ഇങ്ങനെയുള്ളതാണ് എന്ന് പറയുവാനാണ്, അങ്ങനെ പ്രചരിപ്പിക്കാനും അങ്ങനെ ഒരു വാദം ഉന്നയിക്കാനുമായിരിക്കാം രാഹുൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ അവന്തികയുമായി ബന്ധപ്പെട്ടതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നതാണ്. ഒന്ന്, ചാറ്റുകൾ, രാഹുലിൻ്റേത് തന്നെ എന്ന വീഡിയോ ദൃശ്യങ്ങൾ, രാഹുലിൻ്റെതായ ശബ്ദരേഖകൾ ഒക്കെ പുറത്തു വന്നതാണ്. ആ ശബ്ദരേഖകളിൽ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ജനപ്രതിനിധിയാണെന്നോ ഓർക്കണം. ആ ജനപ്രതിനിധി നിർബന്ധിതമായ ഗർഭചിത്രത്തിന് ആ യുവതിയെ പ്രേരിപ്പിക്കുന്നത് ആ ഓഡിയോകളിലുണ്ടായിരുന്നു. അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വഴങ്ങാതെ വരുമ്പോൾ അവരെ അസഭ്യം പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം. അവർക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമൊക്കെ കേട്ടതാണ്. അതിലൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇന്ന് സുപ്രധാനമായ വിശദീകരണങ്ങൾ നൽകേണ്ടിയിരുന്നത്. പക്ഷേ അതിന് തയ്യാറാവാതെ അവന്തിക വിഷയം വെച്ചുകൊണ്ട് ദുർബലമായ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത്. ഒപ്പം തന്നെ വാർത്തകൾ കൊടുക്കുമ്പോൾ തന്നെ കൂടി കേൾക്കണമെന്ന് പറഞ്ഞതിലൂടെ സന്ദേശം നൽകിയത് പാർട്ടിക്കായിരുന്നു. യഥാർത്ഥത്തിൽ പാർട്ടി നേതൃത്വം തന്നെ കൂടി കേട്ട് ഉൾക്കൊണ്ടു പോകണം എന്ന ഒരു സന്ദേശം നൽകാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അത് അനിവാര്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ കാലത്തും സംരക്ഷണ കവചം ഒരുക്കിയിരുന്ന ആളുകൾക്ക്, അദ്ദേഹത്തിന്റെ രക്ഷാകർതൃത്വം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക്, കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ആളുകൾക്ക് ഇപ്പോൾ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലത്തെ ഓഡിയോ കൂടി പുറത്തു വന്നപ്പോൾ കണ്ടത്. കാരണം അവർക്കൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത വിഷയങ്ങൾ, മാത്രവുമല്ല പാർട്ടിക്കുള്ളിലുള്ള ആളുകളോട് തന്നെ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളും എന്നൊക്കെയുള്ള തെളിവുകളും അവരെ തന്നെ വലിയ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരാനുള്ള സാധ്യത കാണുന്നില്ല. ഒരു തരത്തിലും സംരക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. രാജി എന്നതിനപ്പുറത്തേക്ക് പാർട്ടി ഒരു തീരുമാനവും എടുക്കാൻ പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം അവിടെ നിർണായകമാണോ എന്നൊക്കെയുള്ളത് സംശയമാണ്.
കാരണം പാർട്ടി തീരുമാനിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിന്റെ തീരുമാനം മാത്രമായിരിക്കാം നടപ്പിലാകാൻ പോകുന്നത് എന്നത് കൂടി ശ്രദ്ധേയമാണ്. സാജു, ഒന്ന് തുടരാമോ? ലൈംഗിക ചൂഷണ ആരോപണങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് സതീഷിനെയും ചെന്നിത്തലയെയും കൂടാതെ KPCC അധ്യക്ഷന്റെയും നിലപാട്. ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുള്ളതിനാൽ നിയമോപദേശം ലഭിച്ച ശേഷമാകും ആ തീരുമാനമെടുക്കുക. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെങ്കിൽ രാഹുലിനെ മാറ്റി നിർത്തി മുന്നോട്ടു പോകാനാണ് സാധ്യത. രാഹുലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് തയ്യാറായില്ല. എന്നാൽ ധാർമ്മികത ഉയർത്തി രാഹുൽ മാറി നിൽക്കണമെന്ന ആവശ്യത്തിലാണ് വനിതാ നേതാക്കൾ ഉൾപ്പെടെ.